രണ്ട് കേസുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ രണ്ട് ഇവൻ്റ് സംബന്ധിച്ച് രണ്ട് മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്ത ഇതിൽ വസ്തുതയില്ല എന്നൊരു വിഭാഗം ബാധിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ BPLൻ്റെ ഭൂമി തട്ടിപ്പ് കർണാടക സ്റ്റേറ്റിൽ നടന്നതാണ്. അത് നടന്ന കാര്യമാണ്. അതേക്കുറിച്ച് ധാരാളം പബ്ലിക് ഡോക്യുമെൻ്റുകളുണ്ട്. ഒരു പരാതി വന്നിട്ടുണ്ട്. ഇപ്പോൾ HD കുമാരസ്വാമി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കർണാടക അസംബ്ലി ഇതേക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് HD കുമാരസ്വാമി എന്തിനാണ് പറഞ്ഞത് നമുക്കറിയില്ല. കാരണം HD കുമാരസ്വാമി കൊടുത്ത ടിക്കറ്റിലാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് പോകുന്നത്. JDSൻ്റെ ടിക്കറ്റിലാണ്. അന്ന് കർണാടക അസംബ്ലിയിലെ മുഴുവൻ ആളുകളും രാജീവ് ചന്ദ്രശേഖർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ എന്തിനാണ് അത് ഉന്നയിക്കപ്പെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ അങ്ങനെ ഒരു സാധനമുണ്ട്. അവിടെ ഒരു ഭൂമി തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് BPLുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അതൊരു 50 വർഷത്തിനിടയിൽ ഏതാണ്ട് പകുതിയോളം ഭൂമി അവരുടെ സർക്കാർ ഏറ്റെടുത്ത ഭൂമി മുഴുവൻ ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് പരിപാടിക്ക് വിറ്റിട്ടുണ്ട് എന്നുള്ളത് സീരിയസ് ആയിട്ടുള്ളൊരു ആക്ഷേപമാണ്. കർണാടക സർക്കാർ അന്വേഷിക്കുമെന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ അതേക്കുറിച്ചൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ എന്തിനാണ് പ്രകോപിതനാവുന്നത് നമുക്കറിയില്ല. അദ്ദേഹം എന്തിനാണത് മാനനഷ്ടത്തിന് വേണ്ടി പോകുന്നത് നമുക്കറിയില്ല. അത് അത് റിപ്പോർട്ടർ മാത്രമല്ലല്ലോ വാർത്ത ചെയ്തത്, ബാക്കി പലരും റിപ്പോർട്ട് നമ്മളിവിടെ നിന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ മറ്റൊന്ന് നേരെ തിരിച്ചു വരികയാണ്. റിപ്പോർട്ടർ ചാനൽ മെസ്സിയെ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ ഉള്ളറകൾ, അതേക്കുറിച്ച് ഏഷ്യാനെറ്റ് വാർത്ത ചെയ്യുമ്പോൾ അതിൻ്റെ ആ ചാനലിൻ്റെ മുതലാളിയും പ്രകോപിതനാവുകയാണ്. അത് അവരുടെ എനിക്ക് തോന്നുന്നത് അതൊരു ചാനൽ വൈരം എന്നതിനപ്പുറം രണ്ട് ബിസിനസ്സുകാർ തമ്മിലുള്ള വ്യക്തിപരമായ വൈരാഗ്യമാണ്. അത് നമ്മൾ കാണാറുണ്ട്. ബിസിനസ് ഗ്രൂപ്പുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കെതിരായ വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം ഉണ്ടാകുമ്പോൾ അവർ വലിയ തുകയ്ക്ക് മാനനഷ്ട കേസ് കൊടുക്കുന്ന പതിവാണ്. അദാനി മാധ്യമങ്ങൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സുകാരുടെ സ്വഭാവമാണ് അവരുടെ ഒരു ബിസിനസ് ബ്രാൻഡിന് മോശമാവുന്ന രീതിയിൽ മാധ്യമങ്ങൾ എന്തെങ്കിലും വാർത്ത കൊടുത്താൽ അതിനെതിരെ മാനനഷ്ടം കൊടുക്കുക എന്നുള്ള ഒരു സ്ഥിര ശൈലിയാണ്. അതിനങ്ങനെ തന്നെ കണ്ടാൽ മതി. അത് മാധ്യമങ്ങൾ തമ്മിലുള്ള വൈരമാക്കി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ രണ്ട് ബിസിനസ്സുകാരും, ഈ ബിസിനസ്സുകാരുടെ ഒരു പ്രശ്നം വെച്ചാൽ അവർ ബിസിനസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികളിലൂടെ മുന്നോട്ട് പോയിട്ടുണ്ടാകും. അത് സ്വാഭാവികമാണ്. ഏത് ബിസിനസ് ഗ്രൂപ്പുകളുടെയും പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസുകളോ വഞ്ചനയോ തട്ടിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കേസുകളുണ്ടാവും. ബാങ്കുകളുമായിട്ടുള്ള തർക്കങ്ങളുണ്ടാവും, അവർ കേസ് കൊടുത്തിട്ടുണ്ടാവും. സിവിൽ വ്യവഹാരങ്ങൾ, ചെക്കിടപാടുകൾ, ഇതൊക്കെ എല്ലാം സ്വാഭാവികമാണ്. അപ്പോൾ അത്തരം വാർത്ത വരുമ്പോൾ അവരെയൊക്കെ നമുക്ക് ഡിഫമേഷൻ കൊടുത്ത് പൂട്ടിച്ച് കളയാം എന്ന് കരുതുന്നത് ശരിയായ രീതിയല്ല. ഇന്ത്യയിൽ അത് വ്യാപകമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. ബിസിനസ് ഗ്രൂപ്പുകൾക്കെതിരെ നമുക്ക് വാർത്ത ചെയ്യാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട്. കാരണം ചെറിയ തുകയ്ക്കല്ല ഒരു മാനനഷ്ടം കൊടുക്കുക. അദാനിയൊക്കെ വയറിനെതിരെ കൊടുത്ത കേസ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കോടതി ഉത്തരവ് മേടിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ ലംഘിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളും കോടതി വിധികളും ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഈ രണ്ട് മുതലാളിമാരെയും ഞാൻ മാധ്യമങ്ങളെന്ന് പറയുന്നില്ല, രണ്ട് മുതലാളിമാരെയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ രാജീവ് ചന്ദ്രശേഖർ BPLന് ഭൂമി അലോട്ട് ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അദ്ദേഹം BPL വിട്ടതിന് ശേഷമാണ്, അതായത് BPLൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന BPL മൊബൈലിൻ്റെ ഓഹരികൾ വിറ്റൊഴിഞ്ഞ് അദ്ദേഹം മറ്റ് പണികളുമായി പോയതിന് ശേഷമാണ് ആ ഭൂമി വിൽപ്പന നടന്നിട്ടുള്ളത്. എന്നതുകൊണ്ട് ജൂപ്പിറ്റർ ഉണ്ടാക്കിയതിന് ശേഷം 2009 വിൽപ്പന നടന്നിട്ടുള്ളത് എന്നുകൊണ്ട് അതിലെനിക്ക് പങ്കാളിത്തമില്ലെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. അത് അല്ലെങ്കിൽ BPL കമ്പനി തന്നെ അത് ഒഫീഷ്യലി അവർ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. രാജീവുമായിട്ടൊരു ബന്ധമില്ല, ഇടപാടിൽ രാജീവിനൊരു ബന്ധമില്ല എന്ന് BPL കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ അളിയനായിട്ടുള്ള അജിത് എന്ന് പറഞ്ഞ ആൾ, TPG തമ്പിയാരുടെ മകനാണ് അത് നയിക്കുന്നത്. അവർ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അവൻ രാജീവിന് അത് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ മറ്റു വശത്തോ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് ഇപ്പോഴും ഓൺ ഗോയിങ് കേസുകളുണ്ട്. ഇത് മാധ്യമങ്ങൾ തമ്മിലുള്ള റൈവൽറി അല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ യഥാർത്ഥത്തിൽ മുതലാളി ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. നമ്മൾ ഓർമ്മ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ റിപ്പോർട്ടർ ചാനൽ കണ്ടക്ട് ചെയ്യുന്ന കമ്പനി യഥാർത്ഥത്തിൽ അവരല്ലാതെ അതിൻ്റെ യഥാർത്ഥ ഉടമകൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളനുസരിച്ച് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ആ കമ്പനി കൈമാറ്റം നടന്നിട്ടില്ല എന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ആക്ഷേപം. കൈമാറ്റം നടക്കാതിരിക്കാൻ കാരണം ഹോം മിനിസ്റ്ററുടെ എതിർപ്പുണ്ട് ആ കൈമാറ്റത്തിൽ എന്നാണ്. നമുക്കറിയാം 2022 ഈ ന്യൂസ് ചാനലുകൾ കൈമാറുന്നതിൽ സ്ട്രിക്റ്റർ ആയിട്ടുള്ള റൂൾസ് MIB കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ആ വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ അതിനുശേഷം പാർലമെൻറ്റിൽ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP സൗഗത റോയി, K സുധാകരൻ, അങ്ങനെ കുറേ അധികം MPമാർ ഇതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MIB ഇൻഫർമേഷൻ സഹമന്ത്രി കൊടുത്ത മറുപടിയിൽ ഈ കൈമാറ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ആ കമ്പനിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതാണ് നമുക്ക് ലഭ്യമായ ഡോക്യുമെൻറ്റുകൾ അനുസരിച്ചുള്ള വിവരം. മറ്റൊന്ന്, ഇനി നമ്മൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കമ്പനികളും ആക്റ്റീവാണ്. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ മുൻ ഉടമകളായ നികേഷ് കുമാറിൻ്റെയും റാണി നികേഷിൻ്റെയും പേരിലുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് അത് ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. ഈ റിപ്പോർട്ടർ ചാനൽ ആക്റ്റീവ് സ്റ്റേറ്റിലാണ്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്. ഇപ്പോൾ നിഷാദ് ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ കമ്പനിയുടെ MD അല്ല ആൻറ്റോ അഗസ്റ്റിൻ. ഈ കമ്പനിയിൽ ആകെ 2 ഡയറക്ടേഴ്സുള്ളൂ, ഒരു ജോസും ഒരു മെൽബി എന്ന് പറയുന്ന ഒരു സ്ത്രീയും. 2 പേരാണ് ആ കമ്പനി കാര്യ മന്ത്രാലയത്തിലുള്ളത്. ആൻറ്റോ അഗസ്റ്റിൻ എന്ന് പറയുന്നത് അതിൻ്റെ മാനേജിങ് എഡിറ്ററും ഇപ്പോൾ MD എന്ന് വിശേഷിപ്പിക്കുന്നതുകൊണ്ട് പറയാണ്. അങ്ങനെ ഒരു MD ആ കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളിലില്ല. ആകെ 2 ഡയറക്ടേഴ്സേ ഉള്ളൂ. അവരെന്ത് ചെയ്യുന്നു എന്ന് കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ രേഖകളിൽ. ഈ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ ചാനലിൻ്റെ യഥാർത്ഥ ഓണർ ആരാണ്, ഏത് കമ്പനിയാണ് എന്ന് തെളിയിക്കുന്ന കൺക്ലൂസീവായിട്ടൊരു പ്രൂഫും ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കൈമാറ്റം നടന്നിട്ടുണ്ടോ, അതായത് മന്ത്രി പാർലമെൻറ്റിൽ കൊടുത്ത മറുപടി പ്രകാരം അത് ഇനിയും നടന്നിട്ടില്ല, അതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അത് ജനുവരിയിൽ മറ്റൊരു വിവരാവകാശ രേഖ കൂടി പുറത്തു വന്നിരുന്നു. ഈ കൈമാറ്റത്തിനെതിരായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള വിവരാവകാശ രേഖയും പുറത്തു വന്നു. അപ്പോൾ ജനുവരിക്ക് ശേഷം എന്താണ് ഉണ്ടായിട്ടുള്ളത്, ഈ കഴിഞ്ഞ 8-9 മാസത്തിനിടയിൽ ആ കൈമാറ്റം നടന്നിട്ടുണ്ടല്ലോ എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മുതലാളി ആരാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് 2 ചാനലുകൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, 2 പൈസക്കാർ തമ്മിലുള്ള യുദ്ധം, അവരത് തീർത്തോട്ടെ എന്ന് പറയാം.